ഇപ്പം ഞാനൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ആളുകൾ പറയും മമ്മൂട്ടി ഇഷ്ടം പോലെ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ചിലവാക്കാലോ എന്നായിരിക്കും ആളുകൾ പറയുക. ഇനിയിപ്പോൾ നമ്മളൊരു സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ആൾക്കാർ എന്താ പറയുക, ഓഹ് മമ്മൂട്ടി ഒരു പൈസ കൊടുക്കുക അങ്ങോട്ട് തിരിച്ചു. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതും മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ അപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഷോ ബിസിനസ്സിൽ നിൽക്കുന്നവർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാനായിരിക്കും ഏറ്റവും ചെറിയ സ്ക്രീനിൽ ചെറിയ സീരിയലൊക്കെ കൂടുതൽ ചെയ്യും. അപ്പം അതങ്ങനെയാണ്, ചിലരങ്ങനെയൊക്കെ തന്നെയാണ്. കുറ്റം പറയാൻ വേണ്ടി തിന്നാനും കുറ്റം പറയാൻ വേണ്ടി ഒന്നും ഓർക്കുന്ന ആൾക്കാർ അതങ്ങനെ തന്നെയാണ് വരുള്ളൂ. ഇദ്ദേഹം ആരാന്ന് പോലും ഇദ്ദേഹം മമ്മൂട്ടിയുടെ അനിയൻ്റെ ലേബലിൽ നിന്നു മാത്രം അനിയനാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെതായിട്ട് സ്പേസ് മിനി സ്ക്രീനിൽ ധാരാളം സീരിയലുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ദൂരദർശനിലെ അലകൾ എന്ന് പറഞ്ഞ സീരിയൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹം മമ്മൂട്ടിയുടെ ചിലവിലല്ല ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെതായിട്ട് സ്റ്റാർഡോ ഇയാൾ സ്വത്തുമുണ്ട്. എപ്പോഴും സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമാണ് പൈസയും കൂടെ വരുള്ളൂ. ഇദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പ്രായപൂർത്തിയായവരൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിക്കും ഇന്നയാളുടെ ചിലവിലാണ് ജീവിക്കണേന്നുള്ളത്. അപ്പോൾ എവിടെ പോയാലും കുറ്റം പറയാനായി പല എണ്ണങ്ങളുടെ കാര്യം. അപ്പോൾ എന്തൊക്കെയാണെന്നാലും ഇദ്ദേഹത്തിൻ്റെതായിട്ട് സ്പേസ് ഉണ്ട്. ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇബ്രാഹിം കുട്ടി സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.